സംസ്ഥാന രാഷ്ട്രീയത്തിലെ സജീവ മുഖമാണ്, സജീവ വനിതാ മുഖമാണ്. ഇപ്പോൾ വനിതാ സംവരണം എന്നൊരു കാര്യം നിയമമായി നടപ്പാവുന്നതിനുള്ള വർഷം 2029 അതിനു മുന്നേ പ്രഖ്യാപിക്കുന്നതൊക്കെ രാഷ്ട്രീയമാണ്, BJPയുടെ രാഷ്ട്രീയമാണ് എന്നൊക്കെയുള്ള ഒരു പ്രധാനപ്പെട്ട വാദമാണ്. അത് ശരിയുമാണ്. പക്ഷേ വനിതാ സംവരണം എന്നുള്ള കാര്യം പാർലമെന്റിൽ എത്തുകയും അത് പാസ്സാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അത് എത്രത്തോളം രാഷ്ട്രീയ പാർട്ടികൾ ഉൾക്കൊള്ളുന്നു എന്നത് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അതിലൊരു മാറ്റം പാർട്ടികൾ വരുത്തിയിട്ടുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ടീച്ചറാണെങ്കിലും ഇപ്പോൾ പെൺ മെമ്മോറിയലിനൊക്കെ ഒപ്പിട്ട് കൊടുത്തു, തുല്യ പ്രാതിനിധ്യം അല്ലേ. CPM അതിനെ അനുകൂലിക്കുന്നുമുണ്ട്. MA ബേബി പോലുള്ള നേതാക്കളൊക്കെ അതിനെ അനുകൂലിച്ചുകൊണ്ട് ഒപ്പിടുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നോക്കൂ, CPM-ൽ എത്ര പേരുണ്ട് വനിതാ സ്ഥാനാർത്ഥികളായി? അതായത് CPI സംബന്ധിച്ച് 4 പേരേ ഉള്ളൂ ആകെ, അതിലൊരാൾക്ക് കൊടുത്തു. അങ്ങനെ നോക്കുമ്പോൾ അവരുടെ പാർട്ടിയുടെ വലിപ്പം അനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിലെടുക്കും 3 പേര് സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. 20 പാർലമെന്റ് മണ്ഡലമാണല്ലോ ഉള്ളത്. 20-ൽ 3 പേര് LDF-ന് സ്ഥാനാർത്ഥികളായിട്ടുണ്ട്. UDF-ന് അതില്ല, ഒരാൾ മാത്രമല്ലേ അവർക്ക് സ്ഥാനാർത്ഥിയായിട്ട് വന്നുള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും നല്ല പ്രാതിനിധ്യം കൊടുക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന് ഈ പാർലമെന്റ് ഇലക്ഷനിലും തെളിയിച്ചിരിക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പം വനിതാ സംവരണ ബിൽ BJP പാസ്സാക്കിയെങ്കിലും അത് 2024-ലെ ഇലക്ഷനിൽ അത് പ്രയോഗത്തിൽ വരുത്തില്ല എന്ന് പറയുന്നത് അവരതൊരു ആത്മാർത്ഥതയോടെ അല്ല പാസ്സാക്കിയെന്നുള്ളതാണ്. പിന്നെ സ്മൃതിയോട് ഞാനൊരു കാര്യം പറയാം. സംവരണം വന്നാൽ മാത്രമേ രാഷ്ട്രീയ പാർട്ടികൾക്കും ആ നിലയിൽ സ്ഥാനാർത്ഥിത്വം നിർണ്ണയിക്കുമ്പോൾ ഇടപെടാൻ പറ്റുള്ളൂ. അത് പിന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ കണ്ടു. തദ്ദേശഭരണ സ്ഥാപനങ്ങളിൽ 33% വന്നപ്പോൾ അത് 50% മേലെ വന്നത്. അതിൽ പിന്നെ അങ്ങനെ ഒരു നിർബന്ധമായിട്ട് അതിലൊരു സെൻസസ് ഒന്നും ഒരു ഘടകമായിരുന്നില്ലല്ലോ. അപ്പോൾ സെൻസസ് കഴിഞ്ഞിട്ട് വേണം എന്നൊക്കെയുള്ള കാര്യങ്ങളാണല്ലോ അതിലൊരു കാര്യം പ്രായോഗിക ബുദ്ധിമുട്ടായിട്ടൊക്കെ പറയുന്നത്. അതെ അതെ. പക്ഷെ നോക്കൂ, നമുക്ക് രാജ്യത്തെ ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരാണ് അല്ലേ. കേരളത്തെ സംബന്ധിച്ചായാലും അതെ അതെ സ്ത്രീ വോട്ടർമാരാണ് കൂടുതലുള്ളത്. അതെ. അപ്പൊ വോട്ട് ചെയ്ത് ജയിപ്പിക്കാൻ സ്ത്രീ വോട്ടർമാർ വേണം. പക്ഷേ സ്ഥാനാർത്ഥികളായി സ്ത്രീകൾ കുറവ്. എന്തൊരു ആവശ്യത്തിലാണ് ഓരോ പെൺകുട്ടികൾ. ഇടയ്ക്ക് മിണ്ടരുത്, ഞാനിവിടെ കൊണ്ടിരിക്കുകയാണ്. ശരി മോളെ. അപ്പോൾ എല്ലാവരോടും പറയും മോളെ. ഓക്കെ ഓക്കെ.